ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ഞണ്ട് തോരനാണ്. ആദ്യമായിട്ട് ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ചെയ്യേണ്ടത് ഞണ്ട് ക്ലീനിങ് ആണ്. ഇനി ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്കായി ഒരു പ്രത്യേകം വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. പിന്നെ ഞണ്ട് നന്നായിട്ട് ആദ്യം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി, 3 പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചുള വാളൻപുളി. അത് കുതിർത്ത് വയ്ക്കണം. അത് പുളി അധികം വേണ്ട. ഇതിന് വളരെ ഒരു നേരിയ അളവിൽ ഈ തോരനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പുളിയുടെ ടേസ്റ്റ് ഉണ്ടാകാനും പാടില്ല. അത് കാരണമാണ് ഒരു ചുള, ഒരല്പം മതി. അത് കുതിർത്ത് തന്നെ എടുക്കുമ്പോഴേക്കും അരപ്പ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ പച്ചമുളകിനെ നന്നായിട്ട് പീസാക്കുക, ചെറിയ പീസുകളാക്കുക. ഇഞ്ചി കൊത്തി അരിയുക. പിന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് നുറുക്കി വയ്ക്കുക. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നുറുക്കി വയ്ക്കുക. പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വയ്ക്കുമ്പോഴേക്ക് നമ്മൾ നന്നായിട്ട് ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ അത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുമായിട്ട് ചേർന്ന് വരും. അതുകൊണ്ട് വലിയ പീസായിരിക്കുന്നു എന്ന് നിങ്ങൾ തോന്നണ്ട, നന്നായിട്ട് ചതച്ചാൽ മതി. പിന്നെ പ്രത്യേകത, ഇതിൽ മുളക് അധികമായിട്ട് നിൽക്കണം. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ നല്ല ഒരു തേങ്ങ എടുക്കണം. ഇല്ല എങ്കിൽ മീഡിയം സൈസാണെങ്കിൽ ഒരു തേങ്ങയും പിന്നെ പകുതി മുറിയും കൂടെ, അതായത് 1.5 തേങ്ങ വേണ്ടി വരും. ഈ തേങ്ങയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുക. മുളക് പൊടി കൂടി നിൽക്കുന്നതാണ് നല്ലത്. എരിവ് നല്ലതാണ്. ഈ തോരന് ഏറ്റവും പ്രത്യേകത എരിവ് കൂടി നിൽക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന എരിവ് എടുക്കുക. എന്തായാലും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടുതൽ എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതിനെ ഈ പുളി എടുത്ത് തേങ്ങയുടെ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് നന്നായിട്ട് കുതിർത്തല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് നന്നായിട്ട് ഞെരടി ചേർക്കുമ്പോഴേക്ക് നല്ല അതിലുള്ള എസൻസ് എല്ലാം ഇങ്ങോട്ടാകും. പിന്നെ ആ കൊത്തെടുത്ത് കളഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാ ഭാഗത്തേക്കും ആയിത്തീരും. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഞവടുക. ഇനി ചെയ്യേണ്ടത്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇടുക. ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലിടുക. എന്നിട്ടാണ് നന്നായിട്ട് ഈ അരപ്പ് നമ്മൾ ഞവടുന്നു. കാരണം നമുക്ക് മിക്സിയിൽ അരച്ചുകൂടെയെന്ന് ചോദിക്കാം. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം തേങ്ങാപ്പാൽ നന്നായിട്ട് ഇളകി വരുന്നത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതിൽ കൈ കൊണ്ട് കുഴച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോഴേക്ക് തേങ്ങയും വലിപ്പമുള്ള പീസ് വലുതായിട്ടിരിക്കുമെങ്കിലും അത് നന്നായിട്ട് ചെറിയ പീസുകളായി മാറി. ഞവിടുന്നത് അനുസരിച്ച് നന്നായിട്ട് അതിൽ ബലം കൊടുത്ത് നന്നായിട്ട് ഞവിടിയെടുക്കുക. കാരണം തേങ്ങാപ്പാൽ നന്നായിട്ട് ഇളകും. ഇതിന് ഒരുപാട് നേരം നമ്മൾ തീയിലിട്ടേക്കാറില്ല. പക്ഷേ അപ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് കിട്ടും. നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ്, തേങ്ങാപ്പാൽ എന്ന് തോന്നില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടായിരിക്കും. അത് നിങ്ങൾ കഴിച്ചു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അതിങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഈ രീതി മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ മിക്സിയിലേക്ക് കൈ തൊടില്ല. ഓക്കെ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ച് കറിവേപ്പില മുന്തി നിൽക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ്. അത് ഞണ്ടിനായാലും ശരി, കണവയ്ക്കായാലും. ഓക്കെ. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന നമ്മുടെ ഞണ്ടിൻ്റെ പരിപാടിയിലോട്ട് പോകണം. പിന്നെ നമുക്ക് ഒരു 3 വലിയ സവാള, അല്ലെങ്കിൽ ഏകദേശം ഒരു ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം, ഇത്രയെങ്കിലും വേണം. നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വയ്ക്കണം. അത് കൊത്തി അരിഞ്ഞ് വെച്ച ശേഷം നമുക്ക് അടുത്ത പടിയിലേക്ക് കടക്കാം. ഒരടുപ്പിൽ നമ്മൾ നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിനെ വയ്ക്കുക.
ഞണ്ട് വെച്ച ശേഷം അടുത്ത വേറൊരു അടുപ്പിൽ ഇനി ഒരു പ്രത്യേകത, നമ്മൾ ഉരുളിയിൽ തന്നെ ഇത് വയ്ക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല രീതി. അല്ലാതെ കുക്കറിലൊക്കെ വയ്ക്കാൻ വലിയ മാക്സിമം നമ്മുടെ വിസ്താരമുള്ള പാത്രങ്ങളിൽ വയ്ക്കാൻ ശ്രമിക്കുക. അതിൽ കടുക് പൊട്ടിച്ച് നമ്മളെ സവാള അങ്ങോട്ട് ചേർക്കുക. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ചെറിയ രീതിയിൽ ഒരു സവാളയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപ്പ് ഇടുക. അല്ലാതെ മൊത്തം ഞണ്ടിന് വേണ്ടിയിട്ടുള്ളതല്ല. ഈ ഉള്ളി നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ മറു സൈഡിൽ മറ്റേ അടുത്ത അടുപ്പിൽ ഈ ഞണ്ടും വെന്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ഇളക്കി കൊടുക്കണം. ഈ ഞണ്ടിൽ നമ്മൾ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഞണ്ടിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും വെന്തുകൊണ്ടിരിക്കുമ്പോൾ. അത് കൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ വച്ച് വേണം വേവിക്കാൻ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചേക്കണം. ഓക്കെ, അങ്ങനെ അത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, അതിന് വേണ്ട ഉപ്പ് രസം അതിനും കിട്ടും. ഓക്കെ, നമ്മളിത് ഈ ഉള്ളി വഴറ്റി വെന്ത് വരുമ്പോഴേക്ക് അവിടുത്തെ വെള്ളവും ഏകദേശം നമ്മൾ ഞണ്ടിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും നമ്മൾ വെച്ച 1/2 ഗ്ലാസ് വെള്ളവും വറ്റി ഏകദേശം 1/4 ഗ്ലാസ്സിലോട്ട് ആയിത്തീരും. അതായിരിക്കും അതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്തേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഈ ഉള്ളിയെ നന്നായിട്ട് നോക്കുക. അരപ്പേര അടച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഇരിക്കുന്ന ഇഞ്ചിയും പിന്നെ ബാലൻസ് ഇരിക്കുന്ന വെളുത്തുള്ളി, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പച്ചമുളക്, ആ പച്ചമുളകും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വീണ്ടും കുറച്ച് നേരം നന്നായിട്ട് അത് വച്ച ശേഷം അടച്ച് വയ്ക്കുക. നമുക്കിപ്പോൾ ഏകദേശം ഉള്ളി വെന്തിട്ടുണ്ട്. ഞണ്ടും ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഞണ്ടിലേക്ക് നോക്കി കഴിയുമ്പോൾ ഏകദേശം 1/4 ഗ്ലാസോളം മാത്രമേ വെള്ളം വരുള്ളൂ. ഈ വെള്ളം വറ്റാൻ സമ്മതിക്കേണ്ട. കാരണം ഇതിൽ ഞണ്ടിൻ്റെ എല്ലാ എസൻസും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ രുചിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്കാണ് നമുക്കിനി ബാക്കി പരിപാടികൾ ചെയ്യാനുള്ളത്. കണ്ടല്ലോ, കണ്ടോ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ബാലൻസ് ഇരിപ്പുണ്ട്. അത് വച്ചേക്കുക, വറ്റണ്ട. നമുക്കിനി ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരന് വേണ്ടിയിട്ടുള്ള അരപ്പെടുക്കുക. ഈ ഞണ്ടിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ആ വെള്ളത്തിൻ്റെ അതിലേക്ക് കൂറി ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ നനവിലേക്ക് ഈ നന്നായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം തമ്മിൽ. അപ്പോൾ ഇതിനൊരു ചെറിയ നനവൊക്കെ ഉണ്ടാകും. കാരണം അതിലുള്ള വെള്ളമല്ലേ ഇതിലോട്ടാകുന്നേ. നമ്മൾ കൂടെ ഇട്ട് ഞണ്ടിനൊപ്പം ഇട്ട് അവിക്കേണ്ട കാര്യമില്ല. തോരനാണ് തയ്യാറാക്കുന്ന, കുഴമ്പല്ല, തോരനാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവാണ് ഈ പറയുന്നത്. ഞണ്ട് കറിയാണെങ്കിൽ നമുക്ക് അരപ്പൊക്കെ അതിൻ്റെ കൂടെ ഇടാം. പക്ഷേ ഇത് തോരനാണ്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിരിക്കണം. ഓക്കെ, നന്നായിട്ട് ഒരല്പനേരം ഒന്ന് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഉള്ളി അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
അല്പനേരം അടച്ച് വയ്ക്കുക. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറും. നമ്മൾ ചേർത്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറും. അല്പനേരം, അതായത് ഒരു 2-3 മിനിറ്റ് ആ വെള്ളം ഒന്ന് തോർന്ന് കിട്ടും. നമുക്കതിലോട്ട് ഇതിലേക്ക് എല്ലാത്തിലേക്കും പിടിച്ച് വരും. അതായത് ഞണ്ടിൻ്റെ ഉൾഭാഗത്തോട്ടൊക്കെ ഈ അരപ്പിൻ്റെ ഇത് എരിവും ഗുണങ്ങളും ഒക്കെ ചേരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു, വെള്ളം വറ്റി കഴിഞ്ഞു, അതിൻ്റെ ആ നനവിൻ്റെ ഭാഗം മാറിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട പരിപാടി ഇതാണ് ശരിക്കും ഞണ്ട് തോരൻ്റെ ടേസ്റ്റ് വരുന്ന ഹൈലൈറ്റ് ഐറ്റം. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നല്ല വിസ്താരമുള്ള പാത്രമാണ് ഇതിന് നല്ലത്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ, ചൂടോടെ ഇരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ഞണ്ടും ഞണ്ടും തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ മിക്സ് ചെയ്തിരുന്നതിന് ഒന്നുകൂടെ ഇതിലേക്ക് തട്ടുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ്. ഓക്കെ, കാരണം ഇനി കടുവറുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ കടുവറുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവറുത്ത് ഉള്ളി വഴറ്റിയിരുന്നു. ആ ഇതിൽ തന്നെ നമ്മളിതായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർക്കുകയാണ്. ഇവിടെ വച്ചാണ് ഇതിന് എത്രത്തോളം നനവില്ലാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാമോ എന്ന് പറഞ്ഞാൽ, തീരെ ഫ്രൈ ആവണ്ട. നമുക്ക് തോരനായിട്ട് ഒരു വളരെ ചെറിയ നമുക്ക് കവരി എടുക്കുമ്പോൾ തൊറുവറായിരിക്കുന്ന രീതിയിൽ, അതായത് കുഴമ്പ് പരുവല്ലാതെ തൊറുവറായിരിക്കുന്ന രീതിയിൽ ഇവിടെ വെച്ച് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇനി ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് ഓക്കെ ആവും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഉള്ളിയും ഈ ഞണ്ടും എല്ലാം കൂടെ നന്നായിട്ട് തേങ്ങയൊക്കെ ആയിട്ട് മിക്സായി അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. കാരണം നമ്മൾ ഉപ്പിന് പ്രത്യേകം ഒന്നും ഒഴിക്കണ്ട. നമ്മൾ വേവിച്ചപ്പോൾ ഒഴിച്ചു, ഞണ്ടിൽ വേവിച്ചപ്പോൾ ഒഴിച്ചു, പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഒഴിച്ചു. പിന്നെ ഞാൻ വിട്ടുപോയി, അരപ്പ് തയ്യാറാക്കിയപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഒഴിച്ചായിരുന്നു അരപ്പിന് വേണ്ടിയിട്ടുള്ള. അത് ഞാൻ വിട്ടുപോയി, സോറി. അതും കൂടെ ഇതുകൊണ്ട് 3 ഐറ്റത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചതുകൊണ്ട് പ്രശ്നമില്ല, കറക്റ്റ് പാകമായിരിക്കും. ഒരുപാട് സമയം വേണ്ട. നമ്മുടെ ഞണ്ട് തോരൻ കറക്റ്റ് റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഞണ്ട് തോരൻ വയ്ക്കണം. വച്ച ശേഷം എനിക്ക് നിങ്ങളുടെ കമൻറ്റ്, അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. കണ്ടോ, നന്നായിട്ട് തോരനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും. അതിന് മുന്നേ തന്നെ ഞാൻ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.